നേരത്തെ നടന്ന ഉദ്ഘാടന പ്രസംഗത്തിന്റെ പരിഭാഷ നടത്തിക്കൊണ്ട് മുസ്തഫ ഹുദവി അരൂർ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായ അധ്യക്ഷൻ, വേദിയിലെ മറ്റു പണ്ഡിതരെ, സദസ്യരെ, ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദ്ദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് നിയോഗിച്ചത് തങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച പ്രത്യയശാസ്ത്രം ലോകത്തുള്ള മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളെക്കാളും മേൽക്കോയ്മ നേടാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ പല തത്വങ്ങളെയും പഴഞ്ചനെന്നും മറ്റും പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഉദാഹരണത്തിന് ത്വലാഖിൻ്റെ വിഷയമെടുക്കുകയാണെങ്കിൽ, സ്ത്രീകളെ, ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം ഭാര്യയെ അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് ത്വലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തി ഒഴിവാക്കാമെന്ന് പറയുന്നു. ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഈ നിയമം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ബുദ്ധിജീവികളും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഭാര്യയെ വിവാഹമോചനം നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മതവിശ്വാസികൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ബില്ല് ഇവിടെ പാസ്സാക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആ ബില്ല് അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ത്വലാഖ് അഥവാ വിവാഹമോചനം എന്ന ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പാസ്സാക്കിയിരുന്നത്. ഇവിടെ നാം ആലോചിക്കേണ്ടത്, ഭാര്യയെ ത്വലാഖ് ചൊല്ലുക അതല്ലെങ്കിൽ വിവാഹമോചനം നടത്തുക എന്ന ഒരവസ്ഥയില്ലായിരുന്നെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഒരു ചെറിയ കഥ ഞാൻ പറയാം. മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ഭരിച്ചിരുന്ന രാജാ ഹരി ഭർത്തരി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരു ദിവസം ഒരാൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് ഞാൻ നല്ലൊരു പഴം നൽകാം, ആ പഴം അങ്ങ് ഭക്ഷിച്ചാൽ അങ്ങ് അതിസുന്ദരനായി മാറും. അദ്ദേഹത്തിൻ്റെ വാക്കിൽ വഞ്ചിതനായി രാജാവ് ആ പഴം വാങ്ങുകയും, പക്ഷേ വാങ്ങിയതിന് ശേഷം രാജാവ് ചിന്തിച്ചു, എന്നെക്കാളും ഭംഗി എൻ്റെ ഭാര്യക്കാണല്ലോ, അതുകൊണ്ട് ഭാര്യ കൂടുതൽ ഭംഗിയുള്ളവളാകട്ടെ എന്നുദ്ദേശിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് ആ പഴം കൊടുക്കുകയുണ്ടായി. പക്ഷേ ഈ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഭാര്യ ചിന്തിച്ചു, ഞാനിത് കഴിക്കുന്നതിലേറെ നല്ലത് എനിക്ക് ബന്ധമുള്ള ആ മനുഷ്യന് നൽകുന്നതാണല്ലോ. ഭാര്യ അത് മറ്റേ മനുഷ്യന് കൊടുക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തിന് ഈ പഴം കൊടുക്കുകയുണ്ടായി. ആ സുഹൃത്ത് നേരത്തെ പറഞ്ഞ ഹരി ഭർത്തരി എന്ന് പറയുന്ന രാജാവുമായി ബന്ധമുള്ളയാളായിരുന്നു. ആ സുഹൃത്ത് രാജാവിന് തന്നെ തിരിച്ചു നൽകി. തൻ്റെ കയ്യിലേക്ക് തിരിച്ചെത്തിയ ഈ പഴം കണ്ടുകൊണ്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ മുഖേനയാണ് എൻ്റെ കയ്യിലെത്തിയത്. വലിയ രാജാവായിരുന്ന അദ്ദേഹത്തിന് ഭാര്യയെ ഒഴിവാക്കലല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. പക്ഷേ താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമനുസരിച്ച് ഭാര്യയെ ത്വലാഖ് ചൊല്ലുക, വിവാഹമോചനം നടത്തുക എന്നത് നിലവില്ലാത്തതുകൊണ്ട് തൻ്റെ ഭരണം ഉപേക്ഷിച്ച് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അവസാനമായി അദ്ദേഹത്തിന് നിന്ദ്യമായി മരണപ്പെടേണ്ട ഒരവസ്ഥ വരികയുണ്ടായി. ഈ കഥ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് വിവാഹമോചനം നടന്നിട്ടില്ല എങ്കിൽ അനുഭവിക്കേണ്ട അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇവിടെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മേളനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നാം ആലോചിക്കേണ്ടത്, മുസ്ലിം ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുത്തലാഖുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സാന്ദർഭികമായി ഒരു കാര്യം പേഴ്സണൽ ലോ ബോർഡിൻ്റെ സ്ഥാപിത മെമ്പർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മുത്തലാഖ് അഥവാ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് 3 ത്വലാഖ് ചൊല്ലിയാൽ അത് ഒന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന ഒരു മിഥ്യാധാരണ നമ്മുടെയൊക്കെ ഇടയിൽ നിലവിലുണ്ട്. പക്ഷേ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഐകകണ്ഠ്യേന ഈ വിഷയത്തിൽ തീരുമാനമെടുത്തത് 3 എന്ന് പറഞ്ഞാൽ അത് 3 തന്നെയാണ്, 3 ഒരിക്കലും ഒന്നാവുകയില്ല എന്നതാണ് പേഴ്സണൽ ലോ ബോർഡിൻ്റെ ആ വിഷയത്തിലുള്ള തീരുമാനം. ഏക സിവിൽ കോഡ് നമ്മുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് കോഡാണ്, ഏത് നിയമമാണ് നിങ്ങൾ നടപ്പിലാക്കുക എന്നതാണ്. അനന്തരാവകാശത്തിൻ്റെ വിഷയമെടുത്താലും
അതേപോലെ മറ്റേത് വിഷയമെടുത്താലും ആ വിഷയങ്ങളിലൂടെയൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കോഡായിരിക്കും. അങ്ങനെ ഒരു കോഡാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് എങ്കിൽ പണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതൊരു കോഡായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോട് ആധികാരികമായി എനിക്ക് പറയുവാനുള്ളത്, ഒരു രാത്രി കൊണ്ട് അസാധുവാക്കാൻ പറ്റിയ കറൻസി നോട്ടുകളല്ല പരിശുദ്ധ ശരീഅത്ത് എന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ സദസ്സിൽ എനിക്കൊരുപാട് വ്യക്തികളെ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. വിശിഷ്യ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ, ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ച അതിൻ്റെ പ്രവർത്തകർ, അവർക്കൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്ക് സുപരിചിതനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, അദ്ദേഹം പാർലമെന്റിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെതിരെ വരുന്ന, മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി ശബ്ദിച്ച ഒരു വലിയ ശബ്ദമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഇസ്ലാമിക ശരീഅത്ത് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് മുസ്ലിമീങ്ങൾക്കാണ്. ഒരു പള്ളി എവിടെ പണിയണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ്. ഒരു അമ്പലം എവിടെ പണിയണമെന്ന് തീരുമാനിക്കുന്നത് ഹിന്ദുക്കളാണ്. ഒരു ചർച്ച് എവിടെ പണിയണമെന്ന് തീരുമാനിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അതിൽ മറ്റാരും ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതോടൊപ്പം തന്നെ പ്രശ്നങ്ങളും അതേപോലെ സംഘടനകളും ഉണ്ടാക്കിയല്ല ഈ കാര്യങ്ങളൊക്കെ നാം നേടിയെടുക്കേണ്ടത്. സാഹോദര്യത്തോടെ, ഐക്യത്തോടെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നേടിയെടുക്കുവാൻ നാം എല്ലാവരും മുന്നോട്ട് വരണം. പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണത്തിലിരിക്കുന്ന ആളുകളെ, ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും, അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് നീതിപൂർവമായ ഭരണം നടത്താൻ വേണ്ടിയാണ്. അനീതിയിലൂടെയാണ് ഭരണം നടത്തുന്നതെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധ സന്തോഷവും നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി